ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈവനിങ് റൂട്ടീൻ ഒന്നുമല്ല. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മളിത് ഷോപ്പിലാണ്. ഇവിടെ നാളെ മുതൽ വർക്ക് തുടങ്ങുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, നമ്മൾ ഓൺലൈനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതൊരു ഷോപ്പായിട്ട് തന്നെ കസ്റ്റമേഴ്സിന് വരാൻ പറ്റുന്ന ഷോപ്പായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട്. ഫിറ്റിംഗ് റൂമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നാളെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. കുറച്ചായിട്ട് കഴിഞ്ഞ ഓരോ ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ അവിടെ വെച്ചാകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ ചെയ്യാനും ഓൺലൈൻ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടെ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മാത്രം മാറ്റി വെക്കേ. ഹസ്ബൻഡിന് ഇന്നൊരു ആവശ്യമായിട്ട് കോട്ടയത്ത് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനാണ് വന്നത്. ഇതെല്ലാം മാറ്റാൻ കാറ് വേണമല്ലോ, കാറിൽ കൊണ്ടുപോകണം, പിന്നെ മക്കളെ വിളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ആ വഴി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് മോനെയും വിളിച്ചിട്ട് വേണം വീട്ടിലെത്താൻ. പപ്പു എല്ലാവരെയും വിളിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് പൊങ്ങമൂട് പ്രശാന്ത് നഗറിലുള്ളൊരു ചായക്കടയാണ്. 5 സ്റ്റാർ തട്ടുകട എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നല്ല തിരക്കാണ്. ഈ ചായയും ഈ കടികളുണ്ടല്ലോ, പലഹാരങ്ങളും കഴിക്കാനാണ് ഭയങ്കര തിരക്ക്. പെട്ടെന്ന് സ്നാക്സ് ഒക്കെ തീർന്നു പോകും. പക്ഷെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന പഴംപൊരിയും വടയും ിനേക്കാളും ഒക്കെ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഴമൊക്കെ നല്ല മധുരമുള്ള നല്ല നാടൻ പഴമാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എപ്പോഴും ഒന്നുമില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കും. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും നമ്മൾ ഇവിടെ വന്നിട്ട് സ്നാക്സ് ഒക്കെ മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇതിനടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും, ഇല്ലാത്തവർ വന്ന് നോക്കും കേട്ടോ. 5 സ്റ്റാർ തട്ടുകട. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട് നിറയെ സാധനമാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ പല പല കവറുകളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതിലും വലിയ ഒരു ടാസ്ക്കാണ്. ഇതിപ്പം ഷോപ്പിൽ നേരത്തെ ഇരുന്ന സാധനങ്ങളാണ് ഇത്രയും. ഇനി പുതിയ സ്റ്റോക്ക് വേറെ വന്നിട്ടുണ്ട്. ഈ ആഴ്ച ക്രിസ്മസ് കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം അതിങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുക. ഇനി ഈ വരുന്ന ആഴ്ച മിക്കവാറും ഫുള്ള് ഞാൻ ഇവിടെ നിന്നായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം എല്ലാം കവറുകളിൽ തന്നെ വെച്ചിരിക്കുകയാണ്, അടുക്കിയൊന്നും വെച്ചിട്ടില്ല. ഇന്നിപ്പം ബുധനാഴ്ചയാണ്. അപ്പോൾ മോൾക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. സാധാരണ ഒരു ബുക്കും കൂടി റീഡ് ചെയ്യാനൊരു ബുക്കും കൂടി കൊടുത്തു വിടുന്നതാണ്. പക്ഷെ ഇന്നിപ്പം അതില്ല, കുറച്ച് ഹോംവർക്ക് മാത്രമേ ഉള്ളൂ. അത് അവൾ തനിച്ച് ചെയ്തോളും, നമ്മൾ കൂടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വരുമ്പം ജസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. മോളിപ്പം UKG-യിലാണേ. അത് പലരും ചോദിക്കാറുണ്ട്. ഇതിങ്ങനെ നിന്ന് പിടിക്കുവോ? പിടിക്കുമെന്നോ? ഇത്ര ആയ സ്ഥിതിക്ക് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. കുറേ പിടിച്ചാൽ ഒരെണ്ണമാണ് ഇങ്ങനെ വന്നു.
അമ്മയും അച്ഛനും വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ഞണ്ട് മേടിച്ചിട്ട് വന്നു. ഞണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ വേറെ ആർക്കും വലിയ ഇഷ്ടമില്ല, എനിക്കാണ്. ഞാൻ മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ അധികം. അപ്പം ഒരു കിലോ ഞണ്ട് വാങ്ങിച്ചു. ഇത് ചെറുതാണ്, ഒത്തിരി വലിയ സൈസല്ല, കുഞ്ഞു ഞണ്ടാണ്. പിന്നെ അവരത് ക്ലീൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വാഷൊക്കെ ചെയ്ത് എടുത്താൽ മതി. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹസ്ബൻഡ് രാത്രി വരും. അപ്പം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കഞ്ഞിയും കപ്പയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഞണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കിയെല്ലാം അമ്മ റെഡിയാക്കും. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി കുറച്ചും കൂടെ ചെറിയ പീസുകളൊക്കെ ആയിട്ട് ഒന്ന് മുറിച്ചൊക്കെ വെച്ചു. അപ്പം ഞണ്ടിനും മീൻകറിക്കുമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം. ഞണ്ടിന് എപ്പോഴും കുറച്ച് കൂടുതൽ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. അമ്മ അവിടെ മീൻകറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും വരും. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഉണ്ടമുളകില്ലേ, നല്ല മണമുള്ള മുളക്, അതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ആരും പച്ചമുളകായാലും മതി, പക്ഷെ എനിക്ക് ആ ഉണ്ടമുളകിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അതാണ് എടുത്തത്. ഇത് സവോളയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി നിറമൊക്കെ മാറിക്കഴിയുമ്പം ഇനി അതിനകത്ത് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അപ്പം ഞണ്ടിൽ ഒരുപാട് എരിവൊന്നും പിടിക്കത്തില്ല, അപ്പോൾ എപ്പോഴും കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല, എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല കേട്ടോ. ഞാൻ പക്ഷേ ഞണ്ടുണ്ടാക്കുമ്പോൾ, ഞണ്ടും കൊഞ്ചും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഗരം മസാലയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കും. ഒരുപാട് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ. ഇത് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ ഒരു ചുവയും കൂടി അങ്ങ് മാറണം. ഇനി ഒരു തക്കാളി, 1-2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. നന്നായിട്ട് വഴറ്റി തക്കാളി നല്ലപോലെ വെന്ത മസാലയിൽ അങ്ങ് ചേരണം. ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. ഞണ്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു മസാല മതിയല്ലോ, ഒരു ഗ്രേവി മതി. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1-1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ക്ലീൻ ചെയ്ത് മുറിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. 1 കിലോ ഞണ്ടാണ് മേടിച്ചേട്ടോ. അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു 1/4 കിലോയ്ക്കേ വരത്തുള്ളൂ. ഞണ്ടിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ള അത്രയും മസാല വേണേ. അത് അല്ലെങ്കിൽ മസാല പിടിക്കാതിരുന്നാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് ഗ്രേവി ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീൻകറിയും അടുപ്പിലായി. കേര മീനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് അമ്മ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, അതായത് വാളംപുളിയും തക്കാളിയൊക്കെ ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്. അമ്മ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതും ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ. അത്യാവശ്യം കുറച്ചൊന്ന് വറ്റിച്ചാണ് എടുത്തത്. അപ്പോൾ നമുക്ക് വേറെ കപ്പയ്ക്ക് മീൻകറി ഉള്ളത് കൊണ്ട് ഈ രീതിയിലാണ് എടുത്തത്. ഇതൊരു കറിയായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ്. മീൻകറിയും റെഡി ആയിട്ടുണ്ട്. മുകളിലതേ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത് തേങ്ങാപ്പാലിലാണ്. ആദ്യം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വേവിച്ച്, ലാസ്റ്റ് പിന്നെ പാൽ ഒഴിക്കത്തില്ല.
അപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. നല്ല ചൂട് കപ്പ, മീൻകറി, ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല റെസിപ്പിയോ വ്ലോഗോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.